രാജേഷ് കണ്ണങ്കര സംവിധാനം ചെയ്യുന്ന വിശ്വവിഖ്യാതരായ പയ്യന്മാർ ഉടൻ തിയേറ്ററുകളിലേക്ക്. വി ദിലീപിൻ്റെ കഥയ്ക്ക് രാജേഷ് കണ്ണങ്കര തന്നെയാണ് തിരക്കഥയും രാജേഷ് കണ്ണങ്കര മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. രാജേഷിൻ്റെ തുടക്കം ആർട്ട് ഫിലിമിൽ നിന്നാണല്ലേ? ആർട്ട് ഫിലിം ചെയ്താണ് ഈ ഒരു ദൃശ്യ രംഗത്തേക്ക് കടക്കുന്നത്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് ഒരു 9ഓളം പരമ്പരകൾ ചെയ്തു. അത് പരമ്പര ചെയ്യുന്നതിന് ഇടയ്ക്കായിട്ട് ഒരു 4-5 സീരിയലുകൾക്ക് ശേഷമാണ് ഞാൻ ഇത് നമ്മുടെ കഥ എന്ന സിനിമ ചെയ്തത്. ആദ്യം ആഡ് ഫിലിം, അതിനുശേഷം പരമ്പരകൾ, വിവിധ ചാനലുകളിൽ ആണോ പരമ്പര ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് നമ്മുടെ കഥ, ഇത് ഞങ്ങളുടെ കഥ എന്ന് പഴയ സിനിമയുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഫിലിമാണ് ഇപ്പോൾ വിശ്വവിഖ്യാതരായ പയ്യന്മാർ. വിശ്വവിഖ്യാതരായ പയ്യന്മാർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന വിശ്വവിഖ്യാതമായ മൂക്കാണ്. ആ ബഷീറിൻ്റെ ടൈറ്റിൽ നിന്നാണോ ഇത്തരമൊരു? അല്ല, അത് നമ്മളെ വിശ്വവിഖ്യാതമായ മൂക്കും അല്ലെങ്കിൽ വിശ്വവിഖ്യാതം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ശ്രദ്ധിക്കുന്ന, നമുക്ക് നേരത്തെ തൊട്ട് നമ്മൾ ഇൻസ്പിറേഷനിലാവുന്ന ഇതാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു പയ്യന്മാർ വരുമ്പോഴാണ് ഒരു വൈരുദ്ധ്യം ഫീൽ ചെയ്യുന്നത്. ഒന്ന് ഇൻ്റർനാഷണലും മറ്റൊന്ന് ലോക്കലും. അപ്പോൾ ആ രണ്ട് വൈരുദ്ധ്യമാണ് നമ്മുടെ സിനിമയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളരെ വ്യത്യസ്തമായ കഥ, വ്യത്യസ്തമായ തിരക്കഥ, ഇങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ സാധാരണ എന്നെ പോലുള്ള സംവിധായകർ പറയാറുണ്ട്, സ്ഥിരമായിട്ട്. പക്ഷെ ഇതൊന്നും ഇല്ല എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ള ചില മുഖങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലുള്ള ഒരു 4-5 ചെറുപ്പക്കാർ, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ നിത്യസംഭവങ്ങളുണ്ടാകുന്നതായ നുറുങ്ങ് തമാശകളും കാര്യങ്ങളുമാണ് നമ്മൾ. അത് നമ്മളൊരു സാധാരണ ഒരു നന്മ നമ്മൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും ചെയ്താൽ അത് നമുക്ക് ഏതെങ്കിലും ഒരു ആപത്ഘട്ടത്തിൽ എവിടുന്നെങ്കിലും തിരിച്ചു കിട്ടും. ആ നമ്മൾ നൽകിയ ആളെ നല്ല കിട്ടണമെന്നില്ല. സെയിം ടൈം തന്നെ തിന്മ ചെയ്താലും നമുക്ക് അത് തന്നെ ആയിരിക്കും തിരിച്ചു കിട്ടും. ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ്. ഇത് നമ്മൾ പറയാതെ പറയുന്നുണ്ട് ഈ സിനിമയിൽ. എന്നാൽ അത് 100% എൻ്റർടൈൻമെൻ്റായിട്ട് നമ്മൾ പറയുന്നത്. അത്തരമൊരു തീം, ഒരു ആശയമാണെങ്കിലും ഈ ആശയം അവതരിപ്പിക്കുന്ന രീതി ഹാസ്യത്തിൻ്റെ, ഹ്യൂമറിൻ്റെ ആകമ്പടിയോടെയാണ് അല്ലേ? ഈ പേര് തന്നെ ഇപ്പോൾ സാദൃശ്യത്തിനെ കുറിച്ച് പറഞ്ഞു, ബഷീറിൻ്റെ സാദൃശ്യം. അതേസമയം അതല്ല എന്ന് രാജേഷ് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, കറക്റ്റ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം. ഞങ്ങൾ സിനിമ കണ്ടില്ല, റിലീസാകാൻ പോകുന്നതേ ഉള്ളൂ. സിനിമ കണ്ടില്ല, രാജേഷിന് മാത്രമേ അത് അറിയുള്ളൂ എന്താണെന്നുള്ള കാര്യം. കൂടുതലും ഇപ്പോൾ നമ്മൾ ആ മേക്കിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞു. അതിൽ അഭിനയിക്കുന്നവർ അജു വർഗീസ്, അങ്ങനെയുള്ള യുവാക്കളാണ്. ഒരു യൂത്ത് ഓറിയൻറ്റഡ് സിനിമയാണോ ഇത്? യൂത്ത് ഓറിയൻറ്റഡ് സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അവരാരും ഈ നമ്മൾ ചില സിനിമകളിൽ കാണുന്നത് പോലെ പൊട്ടി മുളച്ച മക്കളൊന്നുമല്ല. അവർക്ക് കുടുംബവും എല്ലാവരും സമൂഹത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ആ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അവർക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഇതൊക്കെ അതിലുണ്ട്. അവരുടെ ഒരു കുട്ടിക്കാനം പോലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അത് ബാധിച്ച് അത് കൊച്ചിയിലേക്ക് എത്തുന്നതും അങ്ങനെ ബന്ധപ്പെട്ടിട്ടാണ് കഥ. രാജേഷ് ഇപ്പോൾ പറഞ്ഞ കാര്യം വെച്ചാണ് പറയാനുള്ളത്. കാരണം അടുത്തിടയ്ക്ക് ചില അമ്മ നടിമാർ പരാതിപ്പെട്ടിട്ടുണ്ട്. മലയാള സിനിമയിൽ അമ്മയെന്ന് പറയുന്നൊരു ക്യാരക്ടറില്ല, അച്ഛന്മാരും പറയാറുണ്ട്. അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രങ്ങളിലെല്ലാം ഈ പറഞ്ഞ പോലെ എവിടെ നിന്നൊക്കെയോ പൊട്ടിമുളച്ച് വരുന്നു, അഭിനയിക്കുന്നു. അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അവർ ചുവടുറപ്പിച്ച് നിൽക്കുന്ന മണ്ണോ അതിൻ്റെ ജീവിതമോ ഒന്നും മലയാള സിനിമയിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരം സിനിമകളെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം അകറ്റി നിർത്തുന്നത്. അത്തരം ഒരു വിഭാഗത്തിൽപ്പെട്ട കഥയല്ല എന്ന് കരുതാൻ പറ്റുമോ ഇത്? അല്ല, ഈ മൊത്തത്തിൽ നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് നടിച്ച് നമ്മൾ മോശം എന്ന് പറയുന്നതോടെ എനിക്ക് യോജിപ്പില്ല. കാരണം അതിലാണ് പുതിയ ചിന്താഗതികളും പുതിയ ആശയങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലും അങ്ങനത്തെ ന്യൂ ജനറേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതിന് മുമ്പ്, ഇപ്പോൾ ഉള്ളതിനേക്കാളും മുമ്പ്, ഇപ്പോൾ ഈ പത്മനാഭൻ സാറും ഒക്കെ വന്ന സമയത്ത് അതൊരു ന്യൂ ജനറേഷൻ ആയിരുന്നു. അവർ വന്ന് വരുമ്പോൾ അത് ന്യൂ ജനറേഷൻ അതായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ ന്യൂ ജനറേഷൻ ഉണ്ട്. അപ്പോൾ അത് അന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നിൽക്കുന്ന മറ്റവർക്ക് അത് ചിലപ്പോൾ ദഹിക്കാത്തതുകൊണ്ടായിരിക്കും അവരതിനെ അങ്ങനെ കാണുന്നത്. പക്ഷെ അതിനെ അടച്ചാക്ഷേപിക്കുക ചെയ്യുന്നത്. പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മൾ ഒരിക്കലും അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതിൻ്റെ അകത്താണ് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ സത്യത്തിൽ പ്രേക്ഷകർ ഒരുപാട് മാറിയിട്ടുണ്ട്. പ്രേക്ഷകർ ആരുടെ സിനിമയായാലും നമുക്ക് ഇപ്പോൾ ലോക സിനിമകളെ അടുത്തറിയാൻ കഴിയുന്നുണ്ട് പഴയതിനേക്കാളൊക്കെ ഉപരിയായിട്ട്. ഇപ്പോൾ ഏത് ഒരു പാട്ട് മോഷ്ടിച്ചാൽ പോലും അത് എവിടെ നിന്നാണ് മോഷ്ടിച്ചതെന്ന് ആ നിമിഷത്തിൽ സാധനം കയ്യിലിരിക്കില്ല, അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ലോക സിനിമയുമായിട്ടുള്ള ബന്ധം കാരണം
ഈ നമ്മുടെ ഈ ആസ്വാദന ശേഷിയും മാറിയിട്ടുണ്ട്. അവർ ഇൻ്റർനാഷണൽ സിനിമകൾ, ലോക സിനിമകൾ കണ്ട് വരുമ്പോഴാണ് ഈ മലയാള സിനിമയുടെ നിസ്സാരതയൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർ തിരസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർ മുൻ തലമുറയെക്കാളും വളരെയധികം ബോധവാന്മാരാണ് ആസ്വാദന ശേഷിയിലും ഈ സിനിമയെ സംബന്ധിച്ചുള്ള അറിവിലും. അതായത് ഇപ്പം നമ്മളൊരു സിനിമ കണ്ടിട്ട് നേരത്തെ നമ്മൾ കഥ പോരാ അല്ലെങ്കിൽ അഭിനയം പോരാ എന്ന് പറയുന്ന കാലത്ത് ഇന്നിപ്പോൾ കണ്ടിട്ട് റിസൂൾ പൂക്കുറ്റി പോരാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി. അതിൻ്റെ ടെക്നീഷ്യന്മാരെ മുഴുവൻ അറിയാം, അവർക്കറിയാം, അതിൽ സാങ്കേതിക വശങ്ങൾ അറിയാം, അതിൻ്റെ എന്താണ് അതിന് കുഴപ്പം ഇന്നതെന്ന് പറയാം. അപ്പോൾ അത്ര അഡ്വാൻസ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ സിനിമയെ വീക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാജേഷിൻ്റെ അത്തരമൊരു നിലപാട് ഈ സിനിമയിൽ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പരമാവധി. പക്ഷെ നമ്മളുടേതായ കഴിവുകളിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഒരു ചട്ടക്കൂടി നിന്നിട്ടുള്ളൊരു സിനിമയാണ്. വലിയ ബഡ്ജറ്റിലുള്ളൊരു സിനിമയല്ല, ചെറിയ ബഡ്ജറ്റിൽ. പക്ഷേ നമുക്കതിൽ കിട്ടിയിരിക്കുന്ന ചില ഭാഗ്യങ്ങളുണ്ട്. ആ ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്ന് ഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യം ഗാനങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അത് ഈസ്റ്റ് കോസ്റ്റ് ഗാനങ്ങൾ മൊത്തത്തിലെടുത്തു. ഈസ്റ്റ് കോസ്റ്റ് എടുത്തു. അതുപോലെ തന്നെ ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ ഫുൾ റൈറ്റ്സും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിതരണ നിർമ്മാണ കമ്പനിയായ ഈറോസ് ഇന്റർനാഷണൽ, അത് തന്നെ നമ്മൾ വലിയൊരു ഭാഗ്യമായിട്ട് കരുതും. ഈറോസ് എടുത്തതെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നിലവാരം നമുക്ക് പരിമിതമായ അറിവ് വെച്ച് പറയുന്നത്. ഒരേ സമയം ഖവാലിയും ഒരേ സമയം മെലഡിയും കൂടെ ചേർന്ന ഒരു പാട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് വലിയ സംഗീതത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആരാണ് ഇതിൻ്റെ സംഗീതം ഒരുക്കിയത്? ഇതിൻ്റെ സംഗീതം ഒരുക്കുന്നത് വിശാൽ അരുണ്ടാം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മ്യൂസിക് സംവിധായകനാണ്. അദ്ദേഹം ശശീന്ദ്രൻ പയ്യോളി എന്ന് പറയുന്ന അതും പുതിയൊരാളാണ് ഇതിന് ഗാനരചന വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പാട്ട് എനിക്ക് തന്നിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എടുത്തതാണ്. വിശാലിൻ്റെ ആദ്യത്തെ പാട്ടാണല്ലേ? അതിന് നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? വിശാലുമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഇങ്ങനെ ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 പാട്ടുകൾ അയച്ചിട്ട് തന്നിട്ട് അവർ വേറെ എന്തോ ഒരു ആൽബം ആവശ്യത്തിന് വേണ്ടി ഷൂട്ട് ചെയ്ത പാട്ടാണ്. അപ്പോൾ അത് കാരണം നമ്മൾ വേറൊരു വലിയ സംഗീത സംവിധായകൻ്റെ പാട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അതിനേക്കാളും നല്ലതായിട്ട് കോളേജുകൾ അല്ലേ, കേരളത്തിലെ ഒട്ടാകെയുള്ള 10 കോളേജുകൾ, അതിനൊരു മാർക്കറ്റിംഗ് കൊണ്ട് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ വെറുതെ പോയിട്ട് ഷൂട്ട് ചെയ്യില്ല, അതിലൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. ഇപ്പോൾ ഞാനായാലും ഹാരി ആയാലും ഒരു സിനിമയിലുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലെ മനുഷ്യന് നമുക്ക് ആ സിനിമ ഒന്ന് കണ്ടു നോക്കാം എന്ന് വിചാരിക്കുന്ന ഒരു വിചാരമാണ്. അപ്പം നമ്മുടെ കുടുംബത്തെയും കൊണ്ടുപോകും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെയും കാണിക്കാൻ നോക്കും. ഒരു പാസിംഗ് ആണെങ്കിലും ഉണ്ടെങ്കിൽ ആ വികാരം ചിലപ്പം മുതലെടുക്കാൻ ശ്രമിച്ചു എന്നും വിചാരിക്കും. കാരണം പക്ഷേ ആ കുട്ടികൾക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. നിങ്ങളും സിനിമയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരുടെ സമ്മതത്തോടു കൂടിയിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അടിച്ചുപൊളിയായിട്ടുള്ള ഒരു സോങ് ആണ്. അത് ഫോക്ക് ടൈപ്പിലുള്ളതുമാണ്. അത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാം അതൊരു ആൺകുട്ടികളുടെ ഗ്രൂപ്പും പെൺകുട്ടികളുടെ ഗ്രൂപ്പും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും അവസാനം അവർ ഒരുമിച്ച് ചേരുന്നു. പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന കോളേജിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനത്തെ സോങ്ങുകളുടെയൊക്കെ ഒരു തിരിച്ചുവരയിലേക്ക്. ഇത്രയും പേര് പാടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അതെല്ലാം പ്രശസ്തരായിട്ടുള്ള പാട്ടുകാരാണ്. ഇന്ന് എവിടെ വെച്ചിട്ടാണ് അതിന്റെ? ഇന്ന് നമ്മളത് ഈസ്റ്റ് കോസ്റ്റിന്റെ തന്നെ ഇതിൽ ഫേസ്ബുക്കിലൂടെ അവർ ഇത് പുറത്തേക്ക് വിടുകയാണ്. രാജേഷ്, എത്ര തിയേറ്ററിലാണ് ഈ സിനിമ എത്താൻ പോകുന്നത്? എന്നാണ് റിലീസ് ഡേറ്റ്? എന്നാണ്? ഈ ഒക്ടോബർ 27-ാം തീയതിയാണ്. അത് ഒക്ടോബർ 27-ാം തീയതി പ്രത്യേകതയുള്ള വെച്ചാൽ ഒരു മഹാനടൻ്റെ സിനിമ ആ കൂട്ടത്തിൽ ഇറങ്ങുന്നുണ്ട്, വില്ലൻ പോലെ. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമുക്ക് മത്സരമൊന്നും അതുമായിട്ട് ഒരിക്കലും താരതമ്യം പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ആണ് റിലീസ് ചെയ്യുന്നത്. വേറെ സിനിമകളൊന്നും ഇല്ലെന്നാണ് കേട്ടത്. അപ്പോൾ ഈ ഒക്ടോബർ 27-ാം തീയതിയാണ്. അതൊരു റിസ്ക് അല്ല രാജേഷ്? കാരണം മോഹൻലാലിനെ പോലെ വലിയൊരു നടൻ്റെ ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ് റൈറ്റ് നേടിയൊരു സിനിമയാണ് മലയാളത്തിൽ. അതെ അതെ അതെ. അത്തരമൊരു സിനിമ ഒരുപാട് സാങ്കേതികത്വമുണ്ട്. പിന്നീട് 4K ഇറങ്ങുന്ന സിനിമയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകത ആ സിനിമയ്ക്കുണ്ട്. അത്തരമൊരു സിനിമയുടെ കൂടെ ഇത്തരം ഒരു ചെറിയ സിനിമ മത്സരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ധൈര്യമാണല്ലേ? അതെ, അതിൽ ധൈര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അതിനോട് നമുക്ക് കോമ്പറ്റീവ് ആയിട്ടുള്ളൊരു പടമല്ല എന്നുള്ളൊരു അറിവിൽ തന്നെയാണ്. കാരണം നമ്മൾ എവിടെ നിൽക്കുന്നു, ആ പടം എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടും വേറൊരു അതിനകത്ത് ഞാൻ കണ്ട ഒരു നല്ല വശം എന്താണെന്ന് വെച്ചാൽ ആ പടം വരുമ്പോൾ തിയേറ്ററിലേക്ക് ഒരുപാട് പ്രേക്ഷകർ വരും എന്നുള്ളൊരു നല്ല ഇതാണ്. നമ്മൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ ആ കൂടെ എവിടെയെങ്കിലും അറിയാതെങ്കിലും നമ്മുടെ സിനിമയ്ക്ക് കയറിയിട്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു റിസൾട്ട് നമുക്ക് വലിയൊരു സന്തോഷം. കാരണം നമ്മൾ ബില്ലിന് മുമ്പേ തന്നെ നമ്മൾ ആ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഹീറോസിന്റെ രീതികളൊക്കെ ആ ഇതിലായതുകൊണ്ട് അവരുടെ രീതികളിൽ ഭയങ്കര പഞ്ചുലായിരുന്നുകൊണ്ട് അവരത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. നമ്മൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ പുറത്തും ഒരു വേൾഡ് വൈഡ് റിലീസാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ചെറിയ പടമാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിൽ പിന്നെ മാറ്റം വരുത്തുന്ന വേണ്ട, അങ്ങനെ ഒരു സമയത്ത് തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ മുന്നോട്ട് പോയാലും നമുക്ക്
താരതമ്യം ചെയ്യാവുന്ന സിനിമകളൊക്കെ വരാറുണ്ട്, ഹ്യൂമർ പശ്ചാത്തലത്തിലുള്ളതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിലും നല്ലത് നമുക്ക് ഒരിക്കലും നമുക്കെതിരല്ലാത്ത ഒരു സിനിമയുമായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുകൊണ്ടാണ് നമ്മളൊരു ത്രൂ ഔട്ട് എൻ്റർടൈൻമെൻറ്റാണ് സിനിമ. ഹ്യൂമറിന് അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ അറിയുമ്പോൾ തന്നെയല്ല, ദീപക്, അജു വർഗീസ്, കണാരൻ ഹരീഷ്, ഭഗത് മാനുവൽ, സുധി ഗോപ്പ, അതുകൂടെ മനോജ് കെ ജനുണ്ട്, കലിംഗ ശശി, ദേവേട്ടനൊക്കെ ഒരു ഹ്യൂമർ ക്യാരക്ടർ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ഓക്കെ രാജേഷ്, അതുപോലെ ഇപ്പോഴത്തെ സിനിമകൾ എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു കുറേ അധികം യൂത്ത് നടന്മാരും ഹ്യൂമറുമാണ്. നമ്മുടെ അതിൻ്റെ വൺ ലൈൻ പറഞ്ഞ ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ, അതിൻ്റെ ദുരിതം, ദാരിദ്ര്യം, ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമകൾ എന്തുകൊണ്ടാണ് ഇറങ്ങാത്തത്? കാരണം അതിൽ പൊതിഞ്ഞ സിനിമകളൊക്കെ വിജയിച്ചിട്ടുണ്ട്. പണ്ടത്തെ ഏത് സിനിമകളും നോക്കിയാലും അറിയാം, ഇത്തിരി ദുഃഖം കലർന്ന കോമഡി, രാംജി റാവു സ്പീക്കിംഗ് മുതൽ ഉള്ള സിനിമകൾ, ചാപ്ലിൻ്റെ അടക്കമുള്ള സിനിമകൾ അത്തരം സിനിമകളാണ് അല്ലേ, ദാരിദ്ര്യത്തിൽ പൊതിഞ്ഞ സിനിമകളാണ്. നമ്മളെ ഈ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഇവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചിരിയിൽ അവരൊരിക്കലും മുഖത്ത് കാട്ടാതെ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നതാണ്. ഒരു ഡയലോഗ് തന്നെ ഞാൻ പറയാം, അത് സുധി കോപ്പ ചെയ്യുന്നൊരു കഥാപാത്രത്തിൻ്റെ പറയുന്നൊരു ഡയലോഗ്. അതായത് ഇന്ന് രാവിലെ ഉമ്മ വിളിച്ചിരുന്നു വീട്ടിൽ നിന്ന്, സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നെന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഉമ്മയോട് നമ്മുടെ ചെറുപ്പത്തിലെ കുറേ തമാശ പറഞ്ഞു, ഉമ്മ ഒത്തിരി ചിരിച്ചടാ, ഞാനും ചിരിച്ചു, ഇതൊക്കെയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് നമ്മൾ അവരുടെ നിസ്സഹായതയും. നമ്മൾ എല്ലാവർക്കും ഒരു ജീവനുള്ള കഥാപാത്രങ്ങളെയാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ യൂത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോകുന്നു. പിന്നെ പ്രേക്ഷകർക്ക്, നമ്മളിപ്പോൾ ഞാനടക്കം ഉള്ള പ്രേക്ഷകർ, എന്നിലെ പ്രേക്ഷകർ കാണുന്നത് നമ്മൾ 2 മണിക്കൂറിൽ പോയിട്ട് നമുക്ക് ഈ വിഷമങ്ങളൊക്കെ നമുക്ക് ലൈഫിലുണ്ട്. ആ വിഷമങ്ങളൊക്കെ എന്തൊക്കെ 2 മണിക്കൂർ മറക്കാനാണല്ലോ നമ്മൾ സിനിമ കാണാം. ഇപ്പോൾ ആകാശദൂത് പോലുള്ള സിനിമ ഇപ്പോൾ ഇറങ്ങിയാൽ ആരും ഇപ്പൊ സ്വീകരിക്കില്ല അല്ലേ, കരയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ സ്വീകരിക്കാനും അത് കാണാനും നമ്മൾ തിയേറ്ററിൽ പോകണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാവരും മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ. മാത്രമല്ല മലയാളിയുടെ ഒരു സ്ട്രെസ്സും കൂടുതലുണ്ട്. ജോലി, അതിന്റെ ഇടയ്ക്ക് ഒരു റിലാക്സേഷൻ നിലയ്ക്കാണ് കയറുന്നത്. ഈ പറഞ്ഞ കണ്ണന്താനത്തിന്റെ അവിടെ പോയിട്ട് നമ്മൾ പിന്നീടും ടെൻഷൻ എടുത്ത് തലയിൽ വെക്കാനാണ് പിന്നെ എന്തിനാ തിയേറ്ററിൽ പോകുന്നതെന്ന് വിചാരിക്കും. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, അത് വേറെ വലിയ സംവിധായകർക്കൊക്കെയുള്ള അഭിപ്രായമാണ്. അതായത് 3 കാര്യങ്ങളാണ് ഒരു സിനിമ വിജയിക്കാൻ വേണ്ടിയത്. 1 എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കണം, അതിനൊരു ഫാക്ടർ വേണം. 2 എന്റർടൈൻമെന്റ് ആയിരിക്കണം, 3 എന്റർടൈൻമെന്റ് ആയിരിക്കണം. ഇത് ഈ 3 ഫാക്ടറികളും ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ വിജയിച്ചു എന്നുള്ളതാണ്. പ്രേക്ഷകരെ രസിപ്പിക്കുക ആത്യന്തികമായി അതിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഉറപ്പ് കൊടുക്കാന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഒരു ദ്വയാർത്ഥ പദങ്ങളിലൂടെ നമ്മൾ രസിപ്പിക്കുന്നതിൽ കാര്യമില്ല, അല്ലെങ്കിൽ അശ്ലീല പദങ്ങളിലൂടെ രസിപ്പിക്കുന്നതിൽ കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അവസാനം ഇക്കിളി ഇട്ടിട്ട് ചിരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ. അപ്പൊ കോമഡി ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ സീരീസ് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആ കോമഡി അല്പമെങ്കിലും എന്തെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ ട്രാജഡി ആയി. കാരണം ആൾക്കാർ അത് ചിരിക്കുന്നതിന് വരെ വിളിക്കുകയുള്ളൂ, ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ഭയങ്കര മൈന്യൂട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഹ്യൂമർ ചെയ്യുമ്പോൾ. നമുക്ക് ശരിക്കും ഒരു ഡയറക്ടർ എന്ന നിലയിലോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വെല്ലുവിളി ഉയർത്തുന്നത് കോമഡി രംഗങ്ങൾ ഫലിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അത് കറക്റ്റ് പോയിന്റിൽ വന്നില്ല, ഒരു ചെറിയ മുക്കല മൂളല മാറിയാൽ പോലും അതിൻ്റെ ഒരു മോഡുലേഷൻ മാറിയാൽ പോലും ഉറപ്പായിട്ടും ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹ്യൂമർ നമ്മൾ കൈ ഒതുക്കത്തോടെ ചെയ്താൽ മാത്രമേ ഹ്യൂമർ നിൽക്കുകയുള്ളൂ. ഏതായാലും 27-ാം തീയതി സിനിമ റിലീസാകണം. രാജേഷിൻ്റെ ഈ സിനിമ വലിയൊരു വിജയമാകും എന്ന് തന്നെയാണ് രാജേഷ് തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും. വില്ലൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, രാജേഷിൻ്റെ ആ ആത്മവിശ്വാസം തന്നെയാണ് അതിനിടയ്ക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് അത്ര ബോധ്യത്തോടെ പറയാനുള്ള ഒരു ആർജവം, അല്ലെങ്കിൽ ഈ റോസ് പോലുള്ള ഒരു വലിയൊരു വലിയൊരു കമ്പനി ഈ ചെറിയ ചിത്രം ഏറ്റെടുത്തത് ആ രാജേഷ് പകരുന്ന ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ്. എന്താണ് പ്രേക്ഷകരോട് ഈ ചിത്രത്തെക്കുറിച്ച് ആത്യന്തികമായിട്ട് പറയാനുള്ളത്? ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഏത് തരത്തിലുള്ള ചിത്രമാണ്, അല്ലെങ്കിൽ എന്താണ് രാജേഷ് ഡയറക്ടർ എന്ന നിലയ്ക്ക്? ഇപ്പോൾ ആരും കണ്ടില്ല, ഒരാളും കണ്ടില്ല. ഇതെങ്ങനെയുള്ളതാണ് രാജേഷ് പറഞ്ഞ ഈ പരിമിതമായ അറിവ് മാത്രമേ ഞാനടക്കമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഉള്ളൂ. അതുകൊണ്ട് തന്നെ രാജേഷാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് പറയേണ്ടത്. എന്താണ് രാജേഷിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് വലിയ മുൻവിധിയോട് കൂടിയിട്ടൊന്നും പോയി ഈ സിനിമ കാണരുത്. അത് ഒരു നിഷ്കളങ്ക സിനിമ, ഒരു കുഞ്ഞു സിനിമ. നമുക്ക് ഇറങ്ങിയിട്ട് വരുമ്പോൾ 100 രൂപ മുടക്കിയിട്ട് നമ്മളൊരു സിനിമ കണ്ടാൽ ആ സിനിമ കണ്ടിട്ട് ആ 100 രൂപ നഷ്ടമാവില്ലെന്നുള്ള ഉറപ്പ്, അതെൻ്റെ വാക്കാണ് എനിക്ക് കൊടുക്കാനായിട്ടുള്ളത്. ഓ ശരി, അത് തന്നെ രാജേഷ്, അത് വളരെ അത്ര ആത്മവിശ്വാസം രാജേഷിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ഭാവിയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മോർണിംഗ് റിപ്പോർട്ടറിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി.